എല്ലാവർക്കും സിറാജ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തൊടുകുറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടു. എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തൊടുകുറി ശാസ്ത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പാലപ്പൂവ് അഥവാ നന്ദ്യാർ വട്ടപ്പൂ, വെള്ളപ്പൂ എന്നൊക്കെ പറയുന്ന ഒരു പൂവും, അതുപോലെ തന്നെ ചെത്തിപ്പൂവാണ് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ചെത്തിപ്പൂവാണ് നമ്മൾ ഇന്ന് തൊടുകുറി ശാസ്ത്രമായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വീഡിയോ ആണ്. അപ്പം വണ്ടികളുടെയൊക്കെ സൗണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിന്ന് തൊടുകുറിയായിട്ട് പറയുന്നത് പാലപ്പൂ, നന്ദ്യാർ വട്ടപ്പൂ എന്നൊക്കെ പറയുന്ന വെള്ളപ്പൂ നമ്മുടെ ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം പൂവാണ്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതും ചെത്തിപ്പൂവ് എന്ന് പറയുന്ന രണ്ട് പൂക്കളെ കുറിച്ചിട്ടാണ് ഇന്ന് തൊടുകുറിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, തൊടുകുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം പോലെയല്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മളൊരു ഇതാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇതായിട്ടെടുക്കാം. അതുപോലെ തന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും, സപ്പോർട്ട് ചെയ്യും ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കമൻറ്റിനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക പരമാവധി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമുക്ക് പാലപ്പൂവിൻ്റെ നന്ദ്യാർ വട്ടപ്പൂവായ പാലപ്പൂവിൻ്റെ നമ്പർ തിരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് പറയുക. അപ്പോൾ നമ്മൾ പാലപ്പൂ അല്ലെങ്കിൽ നന്ദ്യാർ വട്ടപ്പൂ, വെള്ളപ്പൂ ഉള്ളവർക്ക് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ പോവുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന് കിട്ടാൻ പോകുന്നു എന്ന് പോലും ആണ് തൊടുകുറിയിലായിട്ട് ഇത് പറയാനുള്ളത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. വെള്ള എന്ന് പറയുമ്പോൾ വെള്ള എന്ന് പറയുന്ന കളർ തന്നെ ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ്. അപ്പം നമുക്കുള്ള ശത്രുക്കൾ പോലും നമ്മളൊരു ബഹുമാനിക്കുന്നൊരു ഇത് വരും. കാതിന് ഇമ്പമുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ഇതുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ വിലമതിക്കുന്ന രീതി, നമ്മളെല്ലാ സ്ഥലത്തും വിലമതിക്കുന്ന രീതിയിലുള്ള ഇതുണ്ടാവും. അതുപോലെ തന്നെ പ്രണയകാര്യത്തിലൊക്കെ സാഫല്യം ഉണ്ടാവും. പ്രണയമുള്ള അസ്വാരസ്യങ്ങൾ, അതായത് സ്വരച്ചേർച്ചകളൊക്കെ മാറിക്കിട്ടും. ഒക്കെ ഒത്തുജീവിച്ച് പോകാനായിട്ടുള്ള സാധിക്കും. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നായിട്ട് നടക്കുന്നൊരു കാലഘട്ടമായിരിക്കും, ഒരു സമയമായിരിക്കും വെള്ളപ്പൂ അല്ലെങ്കിൽ പാലപ്പൂ വിചാരിച്ചവരുടെ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചെത്തിപ്പൂ വിചാരിച്ചവരെ. അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മൾ വീഡിയോ കാണുന്നവർ എല്ലാ ഭക്തജനങ്ങളും, അതായത് നമ്മളിവിടെ ഏറ്റവും വടക്കും ഭാഗത്ത് കരുന്നേരി മഠത്തിലെ അമ്മയ്ക്ക് ഒരു പിടി മണ്ണ് എന്നൊരു സങ്കല്പം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അതിൻ്റെ അകത്ത് ഗൂഗിൾ പേ നമ്പർ ഇട്ടിരിക്കാം. നിങ്ങൾക്ക് കഴിയുന്നവർക്ക്, നിർബന്ധമില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു 101 രൂപ വീതം, അല്ലെങ്കിൽ അമ്മയ്ക്കൊരു വീതം മണ്ണ് മേടിക്കാനായിട്ട് ഒരു 101 രൂപ വീതം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, നിർബന്ധമില്ല, സാധിക്കുന്നവർ ഒന്ന് ഇടുക. അമ്മയുടെ ഭദ്രകാളി അമ്മയുടെയും ശിവഭഗവാൻ്റെയും വിഷ്ണുമായച്ചത്തൻ സ്വാമിയുടെയും ഗുളികൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മയ്ക്ക് ഒരുപിടി മണ്ണ് കൊടുക്കുന്നത് നിങ്ങളുടെ ശത്രുദോഷങ്ങൾ, ദുരിതങ്ങൾ, ആപത്തുകൾ, ദുരിതങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ പേ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇടുക. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ചെത്തിപ്പൂ മനസ്സ് വിചാരിച്ച ഒരു കാര്യമാണ്. മനസ്സിന് സൗമ്യതയും ആഴത്തിലുള്ള വികാരങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്വഭാവ ജാതരാണ് നിങ്ങൾ, കഴിവുള്ളവരാണ് നിങ്ങൾ. പതിഞ്ഞ സ്വരത്തിൽ, അതായത് നല്ല ഇമ്പമുള്ള സ്വരത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കാം. നിങ്ങളുടെ കയ്യിലേക്ക് എത്ര ഒരു രഹസ്യം നമ്മൾ പറയാൻ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രഹസ്യം പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനോടും പറയാം, എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നവർക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി അല്ലെങ്കിൽ സൗഹൃദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രാത്രിയൊന്നോ പകലൊന്നോ ഒന്നും ഇല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കുക, രാത്രി സാധിച്ചു കൊടുക്കും. ആ കാര്യം എന്താണ്, ഇപ്പോൾ നമ്മൾ ദൂരെ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടരായിരിക്കും നിങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിൻ്റെ ഒരു പകുതി മാത്രമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്നാലും നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു പരിഭവമില്ല. നിങ്ങൾ
എപ്പോൾ വിളിച്ചാലും പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സഹായം ചെയ്തു കൊടുക്കാനോ നിങ്ങൾ സന്മനസ്സുള്ളവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭഗവതിക്ക് ഒരു പിടി മണ്ണ് എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ശത്രുദോഷങ്ങൾ, ദുരിതങ്ങൾ, ആപത്തുകളൊക്കെ നീങ്ങുന്നതിന് നല്ലതാണ്. നമുക്ക് സ്ഥലം മേടിക്കാനായിട്ട് സാധിക്കാത്തവർ, അല്ലെങ്കിൽ നമുക്ക് ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അതൊന്നും നടക്കാത്തവർ, നിങ്ങൾ ദേവിക്ക് ഒരു പിടി മണ്ണ് എന്ന് പറയുന്ന 101 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. നിങ്ങളതുപോലെ തന്നെ നിങ്ങളുടെ ആപത്തുകൾ, ദുരിതങ്ങളൊക്കെ മാറുന്നതിനും നിങ്ങളുടെ വിവാഹബന്ധങ്ങളൊക്കെ നടക്കുന്നതിനും സന്താനഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കും. 101 രൂപ. അതിൽ കൂടുതലും നിങ്ങൾക്ക് അയക്കാം. 101 രൂപ അയക്കാൻ പറ്റുന്ന 101 രൂപ അയക്കാം. ഇവിടെ നിങ്ങൾക്ക് 10 രൂപ അയക്കാൻ പറ്റുമെങ്കിൽ അത്ര അയക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ അയക്കാൻ പറ്റും, അതും അയക്കാം. അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നവർക്ക് അയക്കാം. ഭഗവതി അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഭദ്രകാളിയമ്മ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയറൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. ഓം ഐം ക്ലീം സൗഹൃദം ഭദ്രകാളി നമഃ.